എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് 2 കൊരിന്ത്യർ 6:14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഉള്ള അന്തരത്തെക്കുറിച്ച് ഇവിടെ പറയാം. വിശേഷമായി 6 വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം. അവിശ്വാസികളിൽ നിന്ന് വിശ്വാസികൾക്ക് 6 വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ദൈവിക പൂർണ്ണതയുടെ സംഖ്യ എന്ന് പറയുന്നത് 7. ഇവിടെ 6 മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ ഒരു പൂർണ്ണത എങ്ങനെ പ്രാപിക്കാം എന്നുള്ള വിഷയം 6 കാര്യങ്ങളിൽ കൂടിയാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. 14 മുതൽ 16 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കാൻ നമുക്ക് ആദ്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച! വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ! ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം! അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി! ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത! നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുന്നു എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ യഥാർത്ഥ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ജന്മം കൊണ്ടും പേരുകൊണ്ടും ക്രിസ്ത്യാനികളായവരെ സംബന്ധിച്ചല്ല, പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. നാമധേയ ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് ക്രിസ്തുവിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ. ജീവിതത്തിലും പ്രവൃത്തിയിലൊന്നും അതിൻ്റെ അർത്ഥം കാണുന്നില്ല എന്ന് നമുക്ക് അറിയാം. അപ്പം ജീവിതത്തിലും പ്രവൃത്തിയിലും ഒരുപോലെ വിളങ്ങുന്നവരെ സംബന്ധിച്ച് അവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ലോകത്തിൽ പലതര മത സംഹിതകളിൽ വിശ്വസിക്കുന്നവർ, അതിനെല്ലാം വ്യക്തമായ ആദർശങ്ങളോ തെളിവോ രേഖകളോ ഉള്ളതല്ല. വിശുദ്ധ ബൈബിൾ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രമാണം പൂർണ്ണമായ തെളിവുള്ളതും ഉറപ്പുള്ളതും പ്രത്യാശയ്ക്ക് ഉതകുന്നതുമാണ്. മനുഷ്യൻ്റെ രക്ഷയെ സംബന്ധിച്ചും പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുമാണ് ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു എന്നാണ്. സൂര്യന് കീഴെ ഒരു മനുഷ്യർക്കും തരാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ മറ്റുള്ളവരിൽ നിന്നും വേർപെട്ടിരിക്കണമെന്ന് അതിലാദ്യം പറയുന്ന കാര്യം, നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. യഹൂദന്മാരെ സംബന്ധിച്ച് ജാതികളിൽ നിന്ന് അവർ വിവാഹിതരാകാൻ പാടില്ല. ആൺമക്കൾക്കും പെൺമക്കൾക്കും ജാതികളിൽ നിന്ന് വിവാഹബന്ധം ചെയ്യുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല.
അവർ വേർപെട്ടവരായിരിക്കണം എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ വിവാഹ ജീവിതം അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം വേർപാട് ആചരിച്ചേ പറ്റൂ എന്ന്. രണ്ടാമത്, നീതിക്കും അധർമ്മത്തിനും എന്തൊരു ചേർച്ച. ക്രിസ്തുവിൻ്റെ പ്രമാണം നമുക്ക് നൽകുന്നത് നീതി എന്ന വാഗ്ദത്തമാണ്. ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ നമ്മളെ നീതീകരിക്കുന്ന വിധത്തിലാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന് പ്രസാദമുള്ള ബലിയായി തീർന്നു. അധർമ്മം, നീതിക്ക് ഉപയുക്തമാകാത്ത എല്ലാ പ്രവർത്തനങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും അധർമ്മമായിട്ടാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. നീതിക്ക് ഉതകാത്ത വിധത്തിലുള്ള മതകർമ്മങ്ങൾ, വഴിപാടുകൾ, ഇതൊന്നും ക്രിസ്തുവിൻ്റെ മറുപടിയോട് യോജിക്കുന്നതല്ല എന്നാണ്. വെളിച്ചത്തിനും ഇരുളിനോട് എന്ത് കൂട്ടായ്മ. ഇരുളും വെളിച്ചവും രണ്ട് പ്രതിഭാസങ്ങളാണ്. അവരൊരിക്കലും തമ്മിൽ കണ്ടുമുട്ടാൻ സാധ്യമല്ല. ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ നിന്ന് സംസാരിക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കുകയില്ല. ഇരുള് നിൽക്കുമ്പോൾ വെളിച്ചം വരും, വെളിച്ചം വരുമ്പോൾ ഇരുള് ദൂരെ മാറിപ്പോകും. അപ്പോൾ അവർക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ക്രിസ്തുവിനെ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്നവർ, അവർ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവരെല്ലാവരും ഇരുട്ടിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് ഇരുളും വെളിച്ചവും തമ്മിൽ എന്ത് കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ബാൽ വിഗ്രഹങ്ങൾ, ക്രിസ്തുവിൻ്റെ യാഗം, ക്രിസ്തുവിൻ്റെ ജീവിതം, ഇതെല്ലാം മനുഷ്യർക്ക് പ്രത്യക്ഷമാക്കി കാണിച്ചു കൊടുക്കുക. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച്. ബാൽ വിഗ്രഹങ്ങളോ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, സംസാരിക്കുന്നില്ല, മണക്കുന്നില്ല. അങ്ങനെ ഈ വിഗ്രഹത്തിനും ക്രിസ്തുവിനും തമ്മിൽ എന്താണ് ഒരു പൊരുത്തം? പല പള്ളികളിലും വിഗ്രഹങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആരാധനയിൽ യാതൊരു വിഗ്രഹങ്ങൾക്കും അവിടെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. അത് ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി ഉണ്ടോ? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഓഹരി പങ്കിടേണ്ട ആവശ്യമില്ല. കാരണം അത് ദോഷത്തിലേക്ക് കലാശിക്കും. വിശ്വാസിയെ വീഴിക്കുവാനായിട്ടാണ് എപ്പോഴും അവിശ്വാസി പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ അകലം പാലിക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായി അകലം പാലിച്ചിരിക്കണം. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് ഒരു വിഗ്രഹത്തെ കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ആ സങ്കല്പം, ആ അനുമാനം, അത് വെറും ബാലിശമാണ്, അബദ്ധ ജടിലമാണ്. സീനായി മലയിൽ വെച്ച് യഹോവ മോശയോട് സംസാരിക്കുമ്പോൾ
ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. മോശ തന്നെ അത് പറയുന്നു. ദൈവം നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ രൂപം കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു രൂപം കുത്തിയുണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ ആരാധിക്കേണ്ടതല്ല. പിന്നെയോ, സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. രണ്ട് കാര്യമാണ്. സത്യത്തിൽ ആരാധിക്കുക. സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പേരിലുള്ള ആരാധന. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രൂപം കണ്ടിട്ട് ആരാധിക്കുന്നതല്ല, ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആരാധിക്കുക. ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി ചെയ്യേണ്ട മറ്റൊരു കാര്യം. അപ്പം ഇങ്ങനെയെല്ലാം ചെയ്യുവാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണം, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. അപ്പോൾ ഈ വിധത്തിൽ വേർപെട്ട യഥാർത്ഥ ക്രിസ്ത്യാനികൾ അടങ്ങുന്ന സമൂഹത്തെ ദൈവത്തിൻ്റെ ആലയമെന്ന വിശേഷിപ്പിച്ചിരിക്കുന്നു. അവരിൽ ദൈവം വസിക്കുന്നു എന്ന്. ദൈവം വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ആകൃതി മനുഷ്യരുടെ മനസ്സുകളിൽ വസിക്കുന്നു എന്നല്ല. ദൈവം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ വസിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുക വഴിയാണ് ദൈവം നമ്മുടെ മനസ്സിൽ വസിക്കുന്നത്. അതല്ലാതെ സ്വർഗസ്ഥനായ ദൈവം, അദൃശ്യനായിരിക്കുന്ന ദൈവം ഓരോരുത്തരുടെയും മനസ്സിൽ കയറി താമസിക്കുന്നു എന്നല്ല മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരുടെയും മനസ്സുകളിൽ വ്യക്തിപരമായിട്ട് താമസിക്കാൻ ദൈവത്തിന് അസാധ്യമാണ്. കാരണം ദൈവം ഒരാളേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സുകളിൽ വസിക്കുന്നതായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഈ വിധത്തിലുള്ള ആരാധന ക്രമമുള്ള അവരുടെ ആ ഗണം, അത് ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. ഈ വിധത്തിലുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ നമുക്കിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. വെറും ക്രൈസ്തവം എന്ന പേരിൽ ഉള്ള ആരാധനയും അനുഷ്ഠാനങ്ങളും നടക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം മറവിൽ ചൂഷണവും അക്രമവും അനീതികളുമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. ഈ വിധത്തിൽ വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഭൂമിയിൽ ഉടലെടുത്താൽ മാത്രമേ അത് ദൈവത്തിൻ്റെ ആലയമായി തീരുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി തീരുവാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ദൈവം അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അപ്പം ഈ വിധത്തിലുള്ള ഒരു അനുഗ്രഹ സദസ്സ് ഉണർന്നു വരുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിക്കും.